വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മെസ്സോ മെസ്റ്റ്. അപ്പോൾ ഗൈസ്, നമ്മൾ കുറേ നാളിന് ശേഷമാണ് ഒരു വ്ളോഗ് ചെയ്യുന്നത്. കുറേ നാളിന് ശേഷം ഭയങ്കര സമാധാനത്തോടിരിക്കുന്ന ഒരു ടൈമാണിത്. ബിക്കോസ് എക്സാം ഒക്കെ കഴിഞ്ഞ് കുറേ സമയമുണ്ട് ഇപ്പോൾ. അതുകൊണ്ടാണ് നമ്മളിപ്പം വ്ളോഗിങ് റീസ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അപ്പം ഇനി പുതിയ പുതിയ വീഡിയോസ് കുറേ എനിക്ക് ചെയ്തിടണം. അതിനു മുന്നേ കുറേ നാളായിട്ട് എൻ്റെ ഫോണിൽ ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നതും കാത്തിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. ഞാൻ എൻ്റെ ഫ്രണ്ട്സും കൂടെ അടുത്ത് സൂവിൽ പോയൊരു വീഡിയോ ആണ്. പാണ്ടയും ടൈഗറും ഒക്കെ ഉള്ളൊരു സൂ ആണത്. പാണ്ട മാത്രമല്ല എൻ്റെ സ്പെഷ്യാലിറ്റി, നമ്മൾ ടൈഗർ കിടക്കുന്ന ആ ഒരു ഏരിയയിലേക്ക് നമ്മൾ വാനിൽ പോകും. സഫാരി അല്ല, സഫാരി എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ നമ്മളിങ്ങനെ വാനിൽ പോയി കാണുന്നതല്ലേ. ഇതങ്ങനെയല്ല. ആ ടൈഗറും ബെയറും കിടക്കുന്ന സ്ഥലത്ത് മാത്രം നമുക്ക് വാനിൽ ഇങ്ങനെ കൊണ്ടുപോയി കാണിക്കുന്ന പോലത്തെ ഒരു സൂ ആണത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ്. കുറച്ചധികം നാളെ കൊണ്ട് ഫോണിൽ കിടക്കുകയാണ്. സ്റ്റോറേജിന്റെ പ്രശ്നമൊന്നും പലതവണ ഞാൻ ഡിലീറ്റ് ചെയ്യാൻ വിചാരിച്ചതാ. പിന്നെ എപ്പോഴെങ്കിലും അപ്ലോഡ് ചെയ്യാൻ വെച്ചിരുന്നതാണ്. ഇപ്പോഴാണ് നമുക്ക് അതിന് സമയം കിട്ടിയത്. അപ്പോൾ ഞാൻ അത് അപ്ലോഡ് ചെയ്യാൻ, ഈ വീഡിയോ അതാണ്. ആൻഡ് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ മാത്രം എനിക്ക് മിസ്സായിപ്പോയി. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഇൻട്രോ ചെയ്യുന്നത്. അപ്പം ഞാൻ കുറേ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. പോയി ആ വീഡിയോ കണ്ടിട്ട് പോയോ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് പാണ്ട ആൻഡ് ടൈഗർ പാർക്കിൻ്റെ ടിക്കറ്റ്സ്. രണ്ടിനും വെവ്വേറെ ടിക്കറ്റ്സ് ആയിരുന്നു. നമുക്കിപ്പോൾ ഒരാളെ മാത്രം കാണണമെന്നുണ്ടെങ്കിൽ അതിനും ഇവിടെ ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഞങ്ങൾ സ്റ്റുഡൻസ് ആയിരുന്നുകൊണ്ടും സ്റ്റുഡൻറ്റ് കാർഡ് കാണിച്ചപ്പം ടിക്കറ്റ് മണിയിൽ നല്ലൊരു റിഡക്ഷൻ കിട്ടിയതുകൊണ്ടും നമ്മൾ രണ്ടിനെയും കാണാൻ തീരുമാനിച്ചു. കാരണം കുറച്ച് ദൂരം വന്നതല്ലേ. അപ്പോൾ ഇതാണ് നമ്മളിവിടെ കണ്ട പരുന്ത്. ഇതിന് നാട്ടിലെ പരുന്തുമായിട്ട് എന്തെങ്കിലും വ്യത്യാസം രൂപത്തിലോ നിറത്തിലോ ഒക്കെ കാണാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. പൊതുവെ അങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ടല്ലോ, രാജ്യങ്ങൾ മാറുമ്പോൾ മൃഗങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസം കാണാറുണ്ടെന്ന്. അപ്പോൾ ഇത് ഇവിടെ നമ്മൾ കണ്ട കഴുകനാണ്. ഇതിനെ ഞാൻ ഷൂട്ട് ചെയ്യാൻ തന്നെ കാരണം ഇത് നമ്മൾ വിളിക്കുന്ന മലയാളം പേരുകളോട് വല്ലാണ്ട് ഇങ്ങനെ വിളി കേൾക്കുന്ന പോലൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആനിമൽസിനൊന്നും നമ്മൾ ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയുടെ ലെങ്ത് ഭയങ്കര കൂടുതലായിട്ടും തോന്നും. സ്ഥിരമായിട്ട് കണ്ട ആൾക്കാരെ കാണാൻ താല്പര്യം നിങ്ങൾക്ക് ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് നമ്മളതൊന്നും ചെയ്തിട്ടില്ല. ഈ ആനിമൽസിനൊന്നും കാണാൻ നമുക്ക് പ്രത്യേകം വേറെ ടിക്കറ്റിനൊന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. ടൈഗറിൻ്റെ എടുത്താലും പാണ്ടയുടെ എടുത്താലും ഇവരെ വെറ്റുകളെ എല്ലാം നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. പിന്നെ ഈ പാർക്കിൽ ഏറ്റവും എൻജോയ് ചെയ്ത ഏരിയ ആണ് ഈ ഊഞ്ഞാലുണ്ടായിരുന്ന ഭാഗം. പക്ഷേ ഇതിലൊരൊറ്റ ഊഞ്ഞാൽ പോലും വേക്കൻ്റ് ആയിട്ട് ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതിൽ ആടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, അവിടെ ഉണ്ടായിരുന്ന ഒരു ചേച്ചി മാത്രം കിടന്നൊരു ഊഞ്ഞാലിൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ നിന്നു. നമ്മൾ നിൽക്കുന്നുണ്ടപ്പോൾ അവർ നമുക്ക് മാറി തന്നു. കുറച്ച് നേരം ആടിയത് കഴിഞ്ഞപ്പോൾ അവർക്ക് തന്നെ കൊടുത്തു കേട്ടോ ആ ഊഞ്ഞാൽ. ഇതിൽ ശരിക്കും നമ്മൾ കാണുന്ന പോലൊക്കെയല്ല, ഭയങ്കര വെയിറ്റാണ് ഈ ഊഞ്ഞാലിന്. അത് മാത്രമല്ല ഇങ്ങനെ ചരിയുമ്പോൾ ശരിക്കും ചരിയും. അപ്പോൾ അറ്റത്ത് കിടക്കുന്ന എല്ലാവരുടെയും വെയിറ്റും കൂടെ രണ്ട് സൈഡിലുള്ളവർക്കും ആ വെയിറ്റ് ഫീൽ ചെയ്യുന്നു. പിന്നെ ഇവിടെ ഒരു തൂക്കുപാലം ഉണ്ടായിരുന്നു. ബേർഡ്സ് ഉണ്ടായിരുന്ന ഏരിയയിൽ നിന്നും ബാക്കിയുള്ള ആനിമൽസിന്റെ ഏരിയയിലേക്ക് പോകാനുള്ളതാണ് ഈ തൂക്കുപാലം. ഞങ്ങളിതിൽ കയറിയപ്പം മുമ്പിലുണ്ടായിരുന്ന ആളാണോ ബാക്കിലുണ്ടായിരുന്ന ആളാണോ എന്ന് അറിയത്തില്ല, ഏതോ ഒരു കുരിപ്പ് ഇത് ശരിക്കും കുലുക്കി. അപ്പോൾ അതിലുണ്ടായിരുന്ന ആൾക്കാർ പേടിച്ചിട്ട് അതിലൊരു സെക്കൻഡ് നിൽക്കുകയും ചെയ്തായിരുന്നു. ഇതിൻ്റെ അടിയിൽ കൂടെ ഒരു കുഞ്ഞ് കൈത്തോട് പോലൊക്കെ ഒരു സംഭവം കേട്ടോ പോകുന്നത്. അതിൻ്റെ മണ്ടയ്ക്കാണ് ഇവരിത് പണിത് വെച്ചേക്കുന്നത്. ഈ പാർക്കിനുള്ളിൽ ഉച്ച മുതൽക്ക് കുറച്ച് ഷോസ് നടക്കുന്നുണ്ട്. കുതിരയുടെ റേസ് ഉണ്ട്, പിന്നെ അതേപോലെ വേറെ എന്തൊക്കെയോ ഉണ്ട്. അപ്പോൾ അവിടെ ഇരുന്ന് കാണാനുള്ള ഒരു സ്പേസ് പോലൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് വേണമെങ്കിൽ നമ്മൾ പറഞ്ഞാൽ 50 യുവാൻ പേ ചെയ്യേണ്ടി വന്നു. ഇവർ നമ്മളെ ഇങ്ങനെ കുതിരപ്പുറത്ത് കൊണ്ടുപോകും. പക്ഷേ എൻ്റെ ആഗ്രഹം ഇങ്ങനെ പോകണമെന്നായിരുന്നില്ല. ശരിക്കും കുതിര ഭയങ്കര സ്പീഡിൽ പോവില്ലേ, അങ്ങനെ അതിൻ്റെ മണ്ടയ്ക്കൊന്ന് ഇരിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ എനിക്കതിനെ ഓടിക്കാൻ അറിയത്തില്ല. അവരുദ്ദേശിച്ചതോ അതായിരിക്കും, ഞാൻ ഓടിക്കുമെന്നായിരിക്കും അവരുദ്ദേശിച്ചത്. എനിക്കറിയത്തില്ല. ഞാൻ ആദ്യമായിട്ടാണ് കുതിരപ്പുറത്ത് കയറുന്നത്. നല്ല പേടി ഉണ്ടായിരുന്നു. അപ്പം എനിക്കതിനെ ഒന്ന് സ്പീഡിൽ എന്താ ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. അപ്പം ഞാൻ പതുക്കെ എൻ്റെ പുറത്തിരുന്നു. ആ പുള്ളിക്കാരൻ വെറുതെ അതിനെങ്ങനെ പിടിച്ചിട്ട് വെറുതെ ഇങ്ങനെ നടത്തി. ശരിക്കും ഭയങ്കര ബോറായിപ്പോയി. കാരണം ഒന്നും പ്രത്യേകിച്ച് ഉണ്ടായിരുന്നില്ല. വെറുതെ അതിൻ്റെ പുറത്തിരുന്നു. ആ ഒരു റൗണ്ട് ഫുള്ള് ചുറ്റിച്ച് തിരിച്ചു കൊണ്ടു. അതിൻ്റെ പുറത്തിരുന്ന് എനിക്ക് ബോറടിച്ചു പോയി. അത്രയും ഒന്നും ഉണ്ടായിരുന്നില്ല. അയാളൊന്ന് സ്പീഡിൽ അതിനെന്താക്കിയിരുന്നെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയേനെ. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞ് ഞങ്ങൾ ടൈഗറിനെ കണ്ട് തിരിച്ചു വന്നപ്പം ഇവിടെ ഈ റേസ് തുടങ്ങിയ സമയത്ത് ഇയാൾ ഇതിനെ ഭയങ്കര സ്പീഡിൽ ഒരു കുഞ്ഞൊരു മോളെയും വെച്ചിട്ട് കൊണ്ടുവന്ന് ഞാൻ കണ്ടു. അപ്പം അയാൾക്കത് അറിയാം. പക്ഷേ നമ്മൾ പറഞ്ഞ അയാൾക്ക് മനസ്സിലാകാനിട്ടാണെന്നും അറിയത്തില്ല. എന്തായാലും എനിക്ക് ഭയങ്കര ബോറായിരുന്നു. അങ്ങനെ അവിടെ ഒരു 50 യുവാൻ നഷ്ടപ്പെട്ടതിൻ്റെ സങ്കടത്തിൽ നമ്മളിവിടെ നിൽക്കുകയാണ്. നമ്മളിവിടെ ഒരു ബസ് കാത്ത് നിൽക്കുകയാണ്. ആ കാണുന്ന പോലത്തെ ബസ്സല്ല, കുറച്ചും കൂടെ അടിച്ചുറപ്പുള്ള ബസ്സായിരുന്നു. ഞാനതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി, കൈസ് ക്ഷമിക്കുക. അപ്പം നമ്മൾ ആ ബസ്സിൽ പോകാൻ പോകുന്നതിനെയും കരടിയും കടുവയും ഉള്ള സ്ഥലത്തേക്കാണ്. ഇപ്പം നിങ്ങൾ കാണുന്നുണ്ട് ഒരു വലിയ ഫെൻസ്. ഇതിനുള്ളിലാണ് കരടിയുള്ളത്. ഇതിൻ്റെ ബാക്കി ചുറ്റിനുള്ള സ്ഥലത്താണ് കടുവയുള്ളത്. നമ്മൾ നാട്ടിൽ കാണുന്നവർക്ക് വെറും ഇരുമ്പ് കൂട്ടിലല്ല അതിനെ ഇട്ടേക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഒരു നാച്ചുറൽ ഹാബിറ്റായിരുന്നു തോന്നിപ്പിക്കുന്ന പോലൊക്കെ ഒരു സ്ഥലത്താണ് അതിനെ ഇട്ടിട്ടുള്ളത്. നിങ്ങൾ ഈ കാണുന്ന ഫെൻസിൽ ഇതിനുള്ളിൽ ഇപ്പം കാണുന്നത് കരടീനാണ്. അവിടെയൊക്കെ കരടീനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ കാണുന്ന കണ്ടോ ഒരു ചെക്ക് പോസ്റ്റ് പോലൊക്കെ, അവിടെ വണ്ടി വന്ന് നിൽക്കും. എന്നിട്ട് അവരിങ്ങനെ നോക്കും. പുറത്തേക്ക് ചാടാൻ പാകത്തിന് മൃഗങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ആ ഗേറ്റ് തുറക്കും. അതിലേക്ക് വണ്ടി കയറും. എന്നിട്ട് നമ്മളെ കുറച്ച് നേരം ഇതിനുള്ളിൽ ഒരു റൗണ്ട് അടുപ്പിച്ചിട്ട് ഈ കരടീനെയൊക്കെ കാണിക്കും. അതിനുശേഷം ഈ കരടിയും കടുവയും
ഇട്ടേക്കുന്ന ആ സ്ഥലങ്ങൾ തമ്മിലും ഇതേപോലൊക്കെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. എന്നിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് ഇങ്ങനെ വണ്ടി നിർത്തി വെക്കും. എന്നിട്ട് അവിടെയും കുറച്ച് നേരം നിൽക്കും. കടുവകളൊന്നും പുറത്തേക്ക് ചാടാനില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം അവർ ആ ഗേറ്റ് തുറക്കും, ഈ വണ്ടീനെ ഉള്ളിലേക്ക് വിടും. എന്നിട്ട് ആ ഗേറ്റ് ക്ലോസ് ചെയ്ത് കളയും. എന്നിട്ട് പിന്നെ നമ്മൾ പിന്നെ തിരിച്ച് ഇങ്ങോട്ടേക്ക് വരത്തില്ല. കടുവേനെ കണ്ട ആ സ്പേസിൽ നിന്ന് പുറത്തേക്ക് അങ്ങ് പോവാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ കയറിയേക്കുന്നത് ടൈഗറുള്ള ടെറിട്ടറിയിലാണ്. എനിക്കിവിടെ ഏറ്റവും സങ്കടം വന്ന കാര്യം, ശരിക്കും നാട്ടിലേതിനേക്കാളും ഭേദമാണ്. നാട്ടിലെന്തോ വെറും ഇരുമ്പ് കൂട്ടിലിട്ടേക്കല്ലേ, ഇവിടെ അവർക്ക് ശരിക്കും കാടൊക്കെ പോലൊക്കെ തന്നെ തോന്നിക്കും. പക്ഷെ എന്നാലും ഈ ടൈഗർ എന്നൊക്കെ പറഞ്ഞാൽ സ്വന്തം ടെറിട്ടറി ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് ജീവിക്കുന്ന ഒരു ജീവിയല്ലേ. ഇപ്പോൾ ഇവിടെ നോക്കി എത്ര കടുവകളാണ്. എനിക്ക് ശരിക്കും ആ വീഡിയോ പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റില്ല, കാരണം ഞാൻ ഈ മസായിമാരിലൊക്കെ പോകാൻ ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാണ്. ഇതിനെയൊക്കെ കണ്ടപ്പം ഞാൻ അതിനെ ശരിക്കും കാണുമായിരുന്നു. എൻ്റെ ക്യാമറ എന്താ ഫോക്കസ് ചെയ്യുന്നത് ശരിക്കും ശ്രദ്ധിച്ചില്ല. കാട്ടിനുള്ളിൽ സ്വന്തം ടെറിട്ടറിയൊക്കെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് രാജാവിനെ പോലെ ജീവിക്കുന്ന ഈ മൃഗങ്ങൾ ഇങ്ങനെ അടുത്തടുത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. അവരുടെ ക്യാരക്ടർ തന്നെ ഇല്ലാണ്ടാവുമല്ലേ, എന്ത് ഫ്രസ്ട്രേഷൻ ഉണ്ടാവും, എന്ത് സങ്കടം ഉണ്ടാവും ഈ ജീവികൾക്ക് ഇതിനുള്ളിലല്ലേ. പക്ഷെ നമ്മൾ വരുന്ന ഈ വണ്ടി ഉണ്ടല്ലോ, അതിൻ്റെ മണ്ടയ്ക്കൊരു ഡോർ ഉണ്ടായിരുന്നു. ആ ഡോർ ഓപ്പൺ ചെയ്താൽ നമുക്ക് അതിൽ കൂടെ ജീവനുള്ള കോഴിനെ പറത്തി കൊടുക്കാൻ പറ്റും, പുറത്ത് അതിനെ മേടിക്കാനും കിട്ടും. പക്ഷെ നമ്മുടെ കൂട്ടത്തിൽ അത് ചെയ്യാനും മാത്രം ധൈര്യമുള്ള ആൾക്കാരില്ലാത്തതുകൊണ്ട് നമ്മൾ അതൊന്നും ചെയ്തിട്ടില്ല. അങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്തില്ല. ജസ്റ്റ് കണ്ടു, ആൾക്കാരെന്നെല്ലാം കണ്ടു സന്തോഷമായി നമ്മൾ പുറത്ത് പോരായിരുന്നു. പിന്നെ ഈ വണ്ടി നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, അതുകൊണ്ടാണ് വീഡിയോ എടുത്തത്. ഇതിലല്ല കേട്ടോ നമ്മൾ പോയത്. ഇങ്ങനെ പോയാൽ കടുവയ്ക്കും ഭയങ്കര ഒരു എൻ്റർടൈൻമെൻ്റ് ആവും. പുള്ളിക്കാരന് ചാടി കയറാൻ വലിയ കുഴപ്പമൊന്നുമില്ല. അത് മാത്രമല്ല ഹെന്നിനെ ഹണ്ട് ചെയ്യാനൊക്കെ സമ്മതിക്കുന്ന ഒരു ഏരിയയിൽ അവർ കിടക്കുന്ന കാരണം ചിലപ്പോൾ അവർക്ക് നല്ല ഹണ്ടിങ്ങിന് നല്ല താല്പര്യവും ഉണ്ടാവും. അപ്പോൾ ഇത് എമോ ആണ്. എമോനെയൊക്കെ കണ്ടു. ഭയങ്കര ഭയങ്കര ദേശക്കാരനെ പോലെ എമോ ഉണ്ടായിരുന്നു. ഓസ്ട്രിച്ച് ഭയങ്കര പാവത്തെ പോലെ ഇരിക്കുന്നുണ്ടായിരുന്നു, എമോനെ പോലൊക്കെ അല്ല. പക്ഷെ ഇവരെല്ലാം അപകടകാരികളാട്ടോ. നമ്മൾ നല്ല അടുത്ത് പോയി അവർ ചിലപ്പോൾ ഉപദ്രവമൊക്കെ ഉണ്ടാവും. ക്യാരറ്റൊക്കെ കൊടുക്കാൻ പറ്റും. ഈ കണ്ട ജീവികൾക്കെല്ലാം കൊടുക്കാനുള്ള ക്യാരറ്റും അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് അവിടെ അടുത്ത് തന്നെ മേടിക്കാൻ കിട്ടും. പക്ഷെ നമ്മളതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ, കാരണം നമ്മൾ സ്റ്റുഡൻസ് ആയതുകൊണ്ട് നമ്മൾ ടിക്കറ്റ് എടുത്ത് വന്ന കാര്യം ചെയ്തു. എക്സ്ട്രാ ആയിട്ട് ആകെ ചെയ്ത ആക്ടിവിറ്റി ഹോഴ്സിൻ്റെ പുറത്ത് കയറിയതാണ്. മുൻപ് ഞാൻ ഉച്ചയ്ക്ക് ഒരു ഷോ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ഇതാണ്. ഒരു റിങ്ങിനുള്ളിൽ ബൈക്ക് ഇങ്ങനെ റൈഡ് ചെയ്യുന്നതായിരുന്നു. 3 റൈഡേഴ്സ് കൂടി ഇങ്ങനെ ചെയ്യുന്നത് കാണാം. എനിക്ക് തോന്നുന്നു ആദ്യം ഇത് 2 ബൈക്കായിരുന്നു കേട്ടോ. ആ സമയത്ത് നമുക്ക് അത്രയും പേടി തോന്നിയില്ല. പക്ഷെ 3ാമത്തെ ആളോട് കയറിയപ്പം എനിക്ക് ഭയങ്കര അവരുടെ ലൈഫ് റിസ്ക് ചെയ്തിട്ട് ഈ ഒരു ആക്ടിവിറ്റി ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു. ഭയങ്കര പേടിച്ചു. ഞങ്ങൾ ആ ഇരുന്ന സമയത്തെല്ലാം പല സമയത്ത് ഞങ്ങൾ യോ എന്ന് വെക്കുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും ഭയങ്കര റെസ്പെക്റ്റ് തോന്നി. ഞങ്ങൾ അവിടുന്ന് ആ ഫുൾ ഷോ കഴിയുന്നവരെ നമ്മൾ അവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു. ഇത് കുറേ അധികം നേരം ഉണ്ടായിരുന്നു. ഞാൻ കുറച്ചേ ഷൂട്ട് ചെയ്തുള്ളൂ, പക്ഷേ ഇത് കുറച്ച് അധികം നേരത്തേക്കിനുണ്ടായിരുന്നു. മുഴുവൻ കാര്യങ്ങളും നമ്മൾ അവിടെ നിന്ന് ഫുള്ളായിട്ടും കണ്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര സ്നേഹം തോന്നി ആ മനുഷ്യരോട്. അവരവരുടെ ജീവൻ വെച്ച് അവരുടെ കുടുംബം പോറ്റാൻ വേണ്ടി ചെയ്യുന്ന കാര്യമല്ലേ, നന്നായിരിക്കട്ടെ. അങ്ങനെ നമ്മൾ അവസാനത്തെ സെക്ഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് പാണ്ടയുള്ളത്. ഇതാണ് പാണ്ട ഹൗസ്. അപ്പോൾ ഇവനാണ് ഇന്നത്തെ പ്രധാനി, കാരണം ബാക്കി ആൾക്കാരൊക്കെ നാട്ടിലും സൂവിലൊക്കെ പോകുമ്പം കണ്ടിട്ടുണ്ട്. ഇവനെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവനെ കാണാനായിരുന്നു ഞങ്ങൾക്ക് എല്ലാ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നത്. പക്ഷേ ആളൊരു മടിയനാണ്. ഒരിടത്തിരുന്ന് അവിടുന്ന് അനങ്ങൂല. ആക്ച്വലി ഇതിനുള്ളിൽ നമ്മൾ എത്ര നേരം സ്പെൻഡ് ചെയ്തു നമുക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല, കാരണം എന്തെങ്കിലുമൊക്കെ കയറിയിട്ടൊന്ന് കാണണ്ടേ. പുള്ളി അനങ്ങാണ്ട് ഒരിടത്തങ്ങ് ഇരിക്കുക. ആളൊന്ന് എണ്ണീച്ച് അയാൾക്കൊന്ന് കിടക്കണമെങ്കിൽ തന്നെ ഒരു 10 മിനിറ്റ് ഇങ്ങനെ എടുത്തിട്ടാണ് ആൾ കിടക്കുന്നത് തന്നെ. അങ്ങനെ നമ്മുടെ കുറേ നേരത്തെ കാത്തിരിപ്പിനെ പുള്ളി അവസാനം ഇട്ടിട്ടുണ്ട്. ഇനി ഇവറ്റകളങ്ങ് പോട്ടെന്ന് വിചാരിച്ചിട്ടാണോ എന്തോ നമ്മൾ അത്രയും നേരത്തെ നമ്മുടെ കൂടെ ഇതിനുള്ളിൽ കയറിയ ആൾക്കാരൊക്കെ എപ്പോഴോ പുറത്ത് പോയി. നമ്മളിത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ നേരത്തെ വെയിറ്റ് ചെയ്യുക. നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ടാണ് തോന്നുന്നു. ആൾ എണ്ണീച്ച് പതുക്കെ വന്ന് വെള്ളമൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞ് പൊതുവേ നമ്മൾ സ്ഥിരമായിട്ടും വീഡിയോസിൽ കാണുന്ന ഇതല്ലേ, ഈ പാണ്ട മുള കഴിക്കണത്, അത് ഭക്ഷണം കഴിക്കുന്നത്, അതും കാണിച്ചു തന്നു. എന്തൊക്കെ ആഗ്രഹിച്ചോ, ഞാനൊരു പാണ്ടയിൽ എന്തൊക്കെ കാണണമെന്ന് ആഗ്രഹിച്ചോ, എന്തൊക്കെ എൻ്റെ ഇമാജിനേഷൻ ഉണ്ടായിരുന്നോ, എല്ലാം കണ്ട് ഭയങ്കര സന്തോഷമായിട്ടാണ് ഞാൻ അവിടുന്ന് പുറത്ത് വന്നത്. പിന്നെ ഇവിടെ ഒരു ബോർഡിൽ അവരുടെ ഫുൾ ഡീറ്റെയിൽസ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. 2 പെൺകുട്ടികളാണ്, മുയുൻ ആൻഡ് ചുസിൻ. പിന്നെ ഇവർക്കൊരു കുഞ്ഞു പ്ലേ ഗ്രൗണ്ട് ഉണ്ട് ഇവിടെ. എനിക്ക് തോന്നുന്നു വേറെ ദിവസങ്ങളിലൊക്കെ ഇവിടെ ഷോസ് നടക്കുന്നുണ്ടാവും. ഞങ്ങൾ വന്ന ദിവസം ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ ഒരു റീൽസ് എടുക്കൽ അതിക്രമത്തോടു കൂടി ഞങ്ങൾ ആ സൂന്ന് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ഭാഗ്യത്തിന് ഞാനിത് എവിടെയും പോസ്റ്റ് ചെയ്തിട്ടില്ല. ഇന്നേ വരെ ഈ വീഡിയോ വെളിച്ചം കണ്ടിട്ടില്ല. അപ്പോൾ ശരി, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരിക്കും. ടിൽ ദെൻ ബൈ.